നമസ്കാരം. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ സംഘത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ട് 9ഓളം പേർ മരിച്ച വാർത്ത നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാക്കിയതാണ്, ഞെട്ടലുണ്ടാക്കിയതാണ്. തീർത്തും അശ്രദ്ധയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണം. നിരപരാധികളായ ആ യാത്രക്കാരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. 22 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനായിരുന്നു ആ വാഹനം ഓടിച്ചത്. ആ പയ്യൻ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവിടെ പല വാഹനങ്ങളും നമുക്കറിയാം, നിരത്തിലിറങ്ങുമ്പോൾ ചെറുപ്പക്കാരായ വളരെ ചെറുപ്പമുള്ള 20-21 വയസ്സായ ചെറുപ്പക്കാരാണ് വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ പോലും ഓടിക്കുന്നത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ റീൽസൊക്കെ ചിത്രീകരിച്ച് ഇട്ട് വലിയൊരു താരപരിവേഷമുണ്ടാക്കാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുമുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല, അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ആംബുലൻസുകൾ. കൂടുതലും ആംബുലൻസുകൾ ഒമിനി വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഈ ഒമിനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്കറിയാം. ഈ ഒമിനി ഒരു സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വാഹനം എടുത്തു മറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഈ വാഹനം ഓടിക്കുന്ന പയ്യന്മാർക്ക് അറിയില്ല. ഇവരൊക്കെ വളരെ ചെറുപ്പമുള്ള ചെറിയ കുട്ടികളാണ്. ഒരു 21 വയസ്സ്, 22 വയസ്സ്, 20 വയസ്സായ കുട്ടികളാണ് പലപ്പോഴും ആംബുലൻസുകൾ ഓടിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൈറണൊക്കെ ഇട്ട് പോകുന്നത് വലിയ ഹരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് കൂട്ടായ്മയുണ്ട്, അവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും നമ്മളൊക്കെ മാറി നിൽക്കുന്ന പല സമയത്തും, പേടിച്ച് മാറി നിൽക്കുന്ന സമയത്ത് പോലും അവർ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് വാഹനത്തിൽ കയറ്റുന്നതും ആ ചോരക്കറയൊക്കെ കഴുകി ഇറക്കുന്നതും ഒക്കെ വലിയ കാര്യം തന്നെയാണ്. അതിനൊക്കെ നല്ല അസാമാന്യമായ ചങ്കുറപ്പും മനുഷ്യത്വവും ഒക്കെ വേണം. പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രൈവർമാർക്ക് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിശീലനം അധികൃതർ കൊടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല അപകടങ്ങളും ഉണ്ടാകും. ഈ ആംബുലൻസുകളൊക്കെ, ഈ ഒമിനി ആംബുലൻസുകളൊക്കെ ചീറിപ്പായുന്നത്, അതായത് 80-100 കിലോമീറ്റർ വേഗതയിലാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോലും ചീറിപ്പായുന്നത്. അപ്പോൾ ഇതൊന്നും സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ഊഹിച്ച് നോക്കൂ. വാഹനം എടുത്തു മറിക്കും. ആ വാഹനത്തിലുള്ള ആൾക്കാരും അതിൻ്റെ രോഗികളും അവിടെ ആ പരിസരത്തുള്ളവരും ഒക്കെ അപകടത്തിൽപ്പെട്ടേക്കാം. ഇതൊന്നും ഈ വാഹനം ഓടിക്കുന്നവർക്കറിയില്ല. ഉദാഹരണത്തിന് താർ ജീപ്പ്. ഈ താർ ജീപ്പ് പലരും 140-150 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ആ വാഹനത്തിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഒരു 80-90 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ പോലും ഈ വാഹനം കാറ്റ് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. പക്ഷേ പലർക്കും ഈ ഭയം ഇല്ലാത്തത് കൊണ്ടാണോ, അതിന് ഈ വാഹനം അറിയില്ല, ഒരു അപകടത്തിലും പെടില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, 100 കിലോമീറ്ററിൽ 140-150 കിലോമീറ്റർ സ്പീഡിൽ വരെ ഇവർ വാഹനം ഓടിക്കുന്നത് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാൽപ്പാറയിലുണ്ടായ ഈ ദുരന്തവും വരുത്തി വെച്ചത് തന്നെയാണ് ഈ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ. അയാളുടെ ആ ഒരു അശ്രദ്ധയാണ് ഇത്ര പേരുടെ ജീവൻ അപഹരിച്ചത്. ഇതിന് ഉത്തരവാദികൾ ഇവിടുത്തെ അധികൃതർ തന്നെയാണ്. ഇത്തരം ചെറിയ പ്രായത്തിൽ 18 വയസ്സിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ കഴിയും. ഈ ലൈസൻസ് എടുത്താൽ പോലും ഈ പാസഞ്ചർ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പക്വതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഈ വാഹനം ഓടിക്കാനുള്ളൊരു അവസരം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് KSRTC ബസ്സുകളുടെ കാര്യം. അവർക്ക് ദൂരയാത്രയ്ക്ക് പോലും ഓടിയെത്താൻ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമമുണ്ട്. ആ സമയക്രമങ്ങൾ പാലിക്കാൻ വേണ്ടിയായിരിക്കാം വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് അവർ വാഹനം ഓടിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു ദൃശ്യം പുറത്തു വന്നു. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ പിന്നാലെ പോയ വാഹനത്തിലെ യാത്രക്കാരാണ് ആ ദൃശ്യം പകർത്തിയത്. ഈ മുന്നിൽ പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവർ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാർ ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വളവിൽ തീർത്തും റോങ് സൈഡിൽ കയറിയ ബസ് ഒരു കാറിനെ ഇടിച്ച് തകർത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളും കേരളത്തിൽ കൂടി വരികയാണ്. സ്വകാര്യ ബസ്സുകാരും ചില്ലറക്കാരല്ല. അവരൊക്കെ ഈ ഇടുക്കി അതുപോലെയുള്ള കണ്ണൂരൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകുന്ന, മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ വാഹനം ഓടിക്കുന്നത്. അവർ ഇടത് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്നു, വളരെ സ്പീഡിൽ വരുന്നു. അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്താലും ഇതെല്ലാം അധികൃതർക്ക് അറിയാമായിരുന്നാലും അവരാരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു മാധ്യമ ശ്രദ്ധയും ഒരു നടപടിയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ നിറമടിക്കുന്നതിന് പോലും കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം സർക്കാർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ കാതടപ്പിക്കുന്ന ഒച്ചയിലാണ് അകത്ത് പാട്ടും ഡാൻസും കണ്ണ് മഞ്ചിക്കുന്ന ലൈറ്റുമൊക്കെ ഈ വാഹനത്തിലൊക്കെ ഇപ്പോഴും ഉള്ളത്. അതൊന്നും എന്തെങ്കിലും ഒരു പരിശോധനയുണ്ടായി ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. വീണ്ടും ഇതുതന്നെ ആവർത്തിക്കും. അതുപോലെ മിനി ബസ്സുകൾ, ചെറിയ ടെമ്പോകൾ എന്ന് പറയുന്ന മിനി ബസ്സുകളൊക്കെ ഓൾട്രേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് നോക്കണം.
നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെയിൻറ്റിംഗ് ആണ് ആ വാഹനത്തിന്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധ മാറാനൊക്കെ ഇത് വലിയ കാരണമാകും, അപകടമുണ്ടാകാൻ കാരണമാകും. ഇതൊക്കെ ഈ സർക്കാർ ഇപ്പോൾ അധികൃതരൊക്കെ ഇതൊന്നും കണക്കിലെടുക്കുന്നതേയില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം കൊണ്ടുവരണം, നിയന്ത്രണം കൊണ്ടുവരണം. അല്ലാതെ റോഡ് നീളെ AI ക്യാമറ വെച്ച് ജനങ്ങളിൽ നിന്ന് ചെറിയൊരു പിഴവുണ്ടാകുമ്പോൾ പണം പിടിച്ചു പറിക്കുന്ന ഏർപ്പാട് മാത്രമല്ല അധികൃതർക്ക് വേണ്ടത്. ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാനായി ഈ ആംബുലൻസ് ഡ്രൈവർമാർക്കും അതുപോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ഇതുപോലെയുള്ള ഡ്രൈവർമാർക്കൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനവും അവർക്ക് ബോധവൽക്കരണവും നൽകുക. പിഴവുകൾ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കുക. അല്ലാതെ ഒരു പിഴയിൽ മാത്രം ഒതുക്കിയത് കൊണ്ട് ആ പിഴയടച്ച് വീണ്ടും അവർ ഇത് ആവർത്തിക്കും. കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഇതിലുണ്ടാകണം, ബോധവൽക്കരണം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.